നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള സയൻസ് വിഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. നിങ്ങൾ ഏതൊരു PSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നന്നായിട്ട് പഠിക്കുവാൻ ശ്രമിക്കുക. നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ഓപ്ഷൻ എ പെരികാർഡിയം, ബി പ്ലൂറ, സി മെനിഞ്ചസ്, ഡി ഡയഫ്രം. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലൂറയാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ഏത്? പ്ലൂറ. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരമാണ് ഏത്? പ്ലൂറ. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരമാണേത്? പ്ലൂറ. ശ്വാസകോശവും ഔരസാശയഭിത്തിയും തമ്മിലുള്ള കർഷണം കുറയ്ക്കുന്ന ദ്രവമാണ് പ്ലൂറാദ്രവം. ഏതൊക്കെ തമ്മിലുള്ള കർഷണമാണ് പ്ലൂറാദ്രവം കുറയ്ക്കുന്നത്? ശ്വാസകോശവും ഔരസാശയഭിത്തിയും തമ്മിലുള്ള കർഷണം കുറയ്ക്കുന്ന ദ്രവമാണ് പ്ലൂറാദ്രവം. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ശ്വാസകോശം. അപ്പോൾ ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? ശ്വാസകോശമാണ്. പേശികൾ ഇല്ലാത്ത അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശ്വാസകോശമാണ്. പേശികൾ ഇല്ലാത്ത അവയവം ഏതാണ്? ശ്വാസകോശം. ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയില്ല. അതിന് കാരണം മാംസപേശികൾ ഇല്ലാത്തതിനാലാണ്. ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയാത്തതിന് കാരണം എന്താണ്? മാംസപേശികൾ ഇല്ലാത്തതിനാലാണ്. മനുഷ്യനിൽ എത്ര ശ്വാസകോശങ്ങളാണ് കാണപ്പെടുന്നത്? മനുഷ്യനിൽ 2 ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നു. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി 12 മുതൽ 16 തവണയാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു? 12 മുതൽ 16 തവണ. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? ശ്വാസകോശം. പേശികളില്ലാത്ത അവയവം ഏതാണ്? ശ്വാസകോശമാണ്. ശ്വാസകോശം സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയാത്തതിന് കാരണം എന്താണ്? മാംസപേശികൾ ഇല്ലാത്തതിനാലാണ്. മനുഷ്യനിൽ എത്ര ശ്വാസകോശങ്ങളാണ് ഉള്ളത്? 2 എണ്ണമാണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യനിൽ ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്? 12 മുതൽ 16 തവണ. ശ്വസനവാതകങ്ങൾ ശരീരത്തിന് അകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് നാസാദ്വാരം. ഏതാണ്? നാസാദ്വാരം. ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗത്തിന്റെ പേരെന്താണ്? നാസാദ്വാരം. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാദമാണ് നാസാഗഹ്വരം. എന്താണ് നാസാഗഹ്വരം? നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാത ഏതാണെന്ന് ചോദിച്ചാൽ നാസാഗഹ്വരമാണ്. നാസാഗഹ്വരത്തിൽ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നത് ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മമാണ്. എന്താണ്? ശ്ലേഷ്മം. നാസാഗഹ്വരത്തിൽ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നത് എന്താണ്? ശ്ലേഷ്മമാണ്. ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നത് ശ്ലേഷ്മസ്തരമാണ്. ശ്ലേഷ്മത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈമാണ്. ശ്ലേഷ്മത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് എന്താണ്? ലൈസോസൈം. പൊടിപടലങ്ങളും രോഗാണുക്കളും അടങ്ങിയ ശ്ലേഷ്മത്തെ ഗ്രസനിലേക്ക് നീക്കുന്നത് സീലിയകളാണ്. ഏതാണ്? സീലിയകൾ. പൊടിപടലങ്ങളും രോഗാണുക്കളും അടങ്ങിയ ശ്ലേഷ്മത്തെ ഗ്രസനിയിലേക്ക് നീക്കുന്നത് സീലിയകളാണ്. ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗം ഏതാണ്? നാസാദ്വാരം. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാത അറിയപ്പെടുന്നത് നാസാഗഹ്വരം എന്നാണ്. നാസാഗഹ്വരത്തിൽ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നത് ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മമാണ്. ശ്ലേഷ്മത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് എന്താണ്? ലൈസോസൈമാണ്. പൊടിപടലങ്ങളും രോഗാണുക്കളും അടങ്ങിയ ശ്ലേഷ്മത്തെ ഗ്രസനിയിലേക്ക് നീക്കുന്നത് എന്താണ്? സീലിയകളാണ്. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗമാണേത്? ഗ്രസനി. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ഗ്രസനി.
സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ശ്വാസനാളം. അപ്പോൾ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴൽ അറിയപ്പെടുന്നതാണ് ശ്വാസനാളം. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിതാനം അഥവാ എപ്പിഗ്ലോട്ടിസ്. എന്താണ്? ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ക്ലോമപിതാനം അഥവാ എപ്പിഗ്ലോട്ടിസ് എന്നാണ്. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗമാണ് ഗ്രസനി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണിത് ശ്വാസനാളം. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിതാനം അഥവാ എപ്പിഗ്ലോട്ടിസ് എന്ന് അറിയപ്പെടുന്നത്. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനി. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനി. ശ്വസനിയുടെ അഗ്രശാഖ അറിയപ്പെടുന്നത് ശ്വസനിക എന്നാണ്. ശ്വസനിയുടെ അഗ്രശാഖ അറിയപ്പെടുന്ന പേരെന്താണ്? ശ്വസനിക. ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകളാണ് വായു അറ. അപ്പോൾ ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകൾ അറിയപ്പെടുന്ന പേരെന്താണ്? വായു അറ. ശ്വാസകോശത്തിൽ വാതക വിനിമയം നടക്കുന്നത് വായു അറകളിലാണ്. ശ്വാസകോശത്തിൽ വാതക വിനിമയം നടക്കുന്നത് എവിടെയാണ്? വായു അറകളിലാണ്. ശ്വാസകോശത്തിലെ വായുവറകൾ അറിയപ്പെടുന്ന പേരാണ് ആൽവിയോള. ശ്വാസകോശത്തിലെ വായുവറകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ആൽവിയോള എന്ന് അറിയപ്പെടുന്നു. വായുവറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തുവാണ് ലെസിത്തിൻ. എന്താണ്? ലെസിത്തിൻ. അപ്പോൾ ശ്വാസകോശത്തിലെ വായുവറകൾ അറിയപ്പെടുന്ന പേര് ആൽവിയോള എന്നാണ്. വായുവറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തുവിന്റെ പേരെന്താണ്? ലെസിത്തിൻ. വായുവറകളിൽ കാണപ്പെടുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രത്യേകതരം കോശങ്ങളാണ് മാക്രോഫേജുകൾ. എന്താണ്? മാക്രോഫേജുകൾ. വായുവറകളിൽ കാണപ്പെടുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രത്യേകതരം കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മാക്രോഫേജുകൾ. ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മാക്രോഫേജുകളാണ്. അപ്പോൾ ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്ന ഏതാണ്? മാക്രോഫേജുകളാണ്. അപ്പോൾ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ. ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള കർഷണം കുറയ്ക്കുന്ന ദ്രവത്തിന്റെ പേരെന്താണ്? പ്ലൂറ ദ്രവം. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ശ്വാസകോശം. പേശികളില്ലാത്ത അവയവം ഏതാണ്? ശ്വാസകോശമാണ്. ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയാത്തതിന് കാരണം എന്താണ്? മാംസപേശികൾ ഇല്ലാത്തതിനാലാണ്. മനുഷ്യരിലെ ശ്വാസകോശങ്ങൾ കാണപ്പെടുന്ന 2 ശ്വാസകോശങ്ങളാണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്? 12 മുതൽ 16 തവണ. ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗം ഏതാണ്? നാസാദ്വാരം. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാത അറിയപ്പെടുന്ന ഏതു പേരിലാണ്? നാസാഗഹ്വരം. നാസാഗഹ്വരത്തിൽ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നത് ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മമാണ്. ശ്ലേഷ്മത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് എന്താണ്? ലൈസോസൈം. പൊടിപടലങ്ങളും രോഗാണുക്കളും അടങ്ങിയ ശ്ലേഷ്മത്തെ ഗ്രസനിയിലേക്ക് നീക്കുന്നത് എന്താണ്? സീലിയകളാണ്. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗമാണ് ഗ്രസനി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴൽ അറിയപ്പെടുന്ന പേരെന്താണ്? ശ്വാസനാളം. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗത്തിന്റെ പേരെന്താണ്? ക്ലോമപിതാനം അഥവാ എപ്പിഗ്ലോട്ടിസ് എന്ന് അറിയപ്പെടുന്നു. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ശ്വസനി. ശ്വസനിയുടെ അഗ്രശാഖ എന്ത്? ശ്വസനിക.
ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്ഥര അറകൾ ഏതാണ്? വായു അറ. ശ്വാസകോശത്തിൽ വാതക വിനിമയം നടക്കുന്നത് എവിടെയാണ്? വായു അറകളിലാണ്. ശ്വാസകോശത്തിലെ വായു അറകൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ആൽവിയോള. വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തുവിന്റെ പേരെന്താണ്? ലെസിത്തിൻ. വായു അറകളിൽ കാണപ്പെടുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രത്യേകതരം കോശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? മാക്രോഫേജുകൾ. ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്ന ഏതാണ്? മാക്രോഫേജുകളാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ സെറിബെല്ലം, ബി തലാമസ്, സി ഹൈപ്പോതലാമസ്, ഡി സെറിബ്രം. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, സെറിബെല്ലമാണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗമാണേത്? സെറിബെല്ലം. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണേത്? സെറിബെല്ലം. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണേത്? സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് സെറിബെല്ലം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ സെറിബ്രമാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം PSC ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെറിബെല്ലമാണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗവും ഏതാണ്? അതും സെറിബെല്ലമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും സെറിബെല്ലമാണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും സെറിബെല്ലമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അപ്പോൾ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം, മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം, ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം, ഇതെല്ലാം ഏതാണ്? സെറിബെല്ലമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണിത് സെറിബെല്ലം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്. എന്നാൽ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? അത് സെറിബ്രമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമോ? അത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം അത് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്. ആൻസർ ഓപ്ഷൻ എ AB ഗ്രൂപ്പ്, ബി O ഗ്രൂപ്പ്, സി B ഗ്രൂപ്പ്, ഡി A ഗ്രൂപ്പ്. ഏതാണ് ആൻസർ? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഓപ്ഷൻ ബി ആണ്. O ഗ്രൂപ്പ് ആണ് ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജനുകൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന എന്താണ്? ആന്റിജനുകളാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജനുകൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. എ രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിലെ അരുണരക്താണുവിന്റെ ഉപരിതലത്തിൽ ആന്റിജൻ എയും
പ്ലാസ്മയിൽ ആന്റിബോഡി ബിയും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിലെ അരുണരക്താണുവിന്റെ ഉപരിതലത്തിൽ ആന്റിജൻ എയും പ്ലാസ്മയിൽ ആന്റിബോഡി ബിയും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എ രക്തഗ്രൂപ്പ് ഉള്ളവരില് ആന്റിജനുമുണ്ട്, ആന്റിബോഡിയും ഉണ്ട്. ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിലെ അരുണരക്താണുവിന്റെ ഉപരിതലത്തിൽ ആന്റിജൻ ബിയും പ്ലാസ്മയിൽ ആന്റിബോഡി എയും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എ രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിലെ അരുണരക്താണുവിന്റെ ഉപരിതലത്തിൽ ആന്റിജൻ എയും പ്ലാസ്മയിൽ ആന്റിബോഡി ബിയുമാണ് കാണപ്പെടുന്നത്. എന്നാൽ ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിലെ അരുണരക്താണുവിന്റെ ഉപരിതലത്തിൽ നേരെ തിരിച്ചാണ്. ആന്റിജൻ ബിയും പ്ലാസ്മയിൽ ആന്റിബോഡി എയുമാണ് കാണപ്പെടുന്നത്. എന്നാൽ എ ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിലെ അരുണരക്താണുവിന്റെ ഉപരിതലത്തിൽ ആന്റിജൻ എയും ബിയും ഉണ്ട്. അപ്പോൾ എ ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിലെ അരുണരക്താണുവിന്റെ ഉപരിതലത്തിൽ എന്തൊക്കെയുണ്ട്? ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. എന്നാൽ പ്ലാസ്മയിൽ ആന്റിബോഡി ഇല്ല. അപ്പോൾ എ ബി രക്തഗ്രൂപ്പിൽ എന്തില്ല? ആന്റിബോഡി ഇല്ല. ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഏത്? എ ബി രക്തഗ്രൂപ്പ്. ഒ ഗ്രൂപ്പ് ഉള്ളവരുടെ അരുണരക്താണുവിന്റെ ഉപരിതലത്തിൽ ആന്റിജൻ ഇല്ല. അപ്പോൾ ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ഒ ഗ്രൂപ്പാണ്. പ്ലാസ്മയിൽ ആന്റിബോഡി അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എ ബി രക്തഗ്രൂപ്പിൽ ആന്റിജൻ ഉണ്ട്, എന്നാൽ ആന്റിബോഡി ഇല്ല. ഒ ഗ്രൂപ്പിൽ ഒ രക്തഗ്രൂപ്പ് ഉള്ളവരിൽ ആന്റിജൻ ഇല്ല, എന്നാൽ ആന്റിബോഡി ഉണ്ട്. എ രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ ആന്റിജൻ എയും ആന്റിബോഡി ബിയും അടങ്ങിയിരിക്കുന്നു. ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? ആന്റിജൻ ബിയും പ്ലാസ്മയിൽ ആന്റിബോഡി എയും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് എ ബി രക്തഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഏത്? ഒ ഗ്രൂപ്പ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് എത്രയാണ്? 300 മില്ലി ലിറ്റർ ആണ്. എത്രയാണ്? ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവാണ് 300 മില്ലി ലിറ്റർ. രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. അപ്പോൾ എന്താണ് അഗ്ലൂട്ടിനേഷൻ? രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് അഗ്ലൂട്ടിനേഷൻ. രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? അഗ്ലൂട്ടിനേഷൻ. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഒ ഗ്രൂപ്പാണ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് എ ബി ഗ്രൂപ്പാണ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? എ ബി ഗ്രൂപ്പ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പാണ് ഒ പോസിറ്റീവ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഒ പോസിറ്റീവ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് എത്രയാണ്? 300 മില്ലി ലിറ്റർ ആണ്. രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? അഗ്ലൂട്ടിനേഷൻ. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഒ ഗ്രൂപ്പ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? അത് എ ബി ഗ്രൂപ്പാണ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഒ പോസിറ്റീവ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എ ബി നെഗറ്റീവ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? എ ബി നെഗറ്റീവ് ആണ്. വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം കാണുന്ന രക്തഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ്. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം കാണുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ബോംബെ ഗ്രൂപ്പാണ്. ബോംബെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ബെൻഡെയാണ്. ബോംബെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ബെൻഡെ. കൃത്രിമ രക്തത്തിന് ഉദാഹരണമാണ് ഹീമോപ്യുവർ. എന്താണ് കൃത്രിമ രക്തത്തിന് ഉദാഹരണം? ഏതാണ്? ഹീമോപ്യുവർ ആണ്. അംഗീകാരം ലഭിച്ച ആദ്യത്തെ കൃത്രിമ രക്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹീമോപ്യുവർ ആണ്. അംഗീകാരം ലഭിച്ച ആദ്യത്തെ കൃത്രിമ രക്തം ഏതാണ്? ഹീമോപ്യുവർ. അപ്പോൾ നമ്മൾ രക്തവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പഠിച്ചത്? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്?
ഒ ഗ്രൂപ്പാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജനുകളാണ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത്. എ രക്തഗ്രൂപ്പ് ഉള്ളവരിലെ ആന്റിജൻ എ ആയിരിക്കും, ആന്റിബോഡി ബി ആയിരിക്കും. ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിലെ ആന്റിജൻ എന്താണ്? ബി ആണ്, ആന്റിബോഡി എ ആയിരിക്കും. എ ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ ആന്റിജൻ എയും ബിയും ഉണ്ട്, എന്നാൽ ആന്റിബോഡി ഇല്ല. ഒ ഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തില് ആന്റിജൻ ഇല്ല, എന്നാൽ ആന്റിബോഡി ഉണ്ട്. അപ്പോൾ ആന്റിബോഡി ഒ ഗ്രൂപ്പില്, ഒ രക്തഗ്രൂപ്പിൽ ആന്റിബോഡി ഉണ്ട്, ആന്റിജൻ ഇല്ല. എന്നാൽ എ ബി രക്തഗ്രൂപ്പ് ഉള്ളവരിൽ ആന്റിജൻ എയും ബിയും ഉണ്ട്, എന്നാൽ ആന്റിബോഡി ഇല്ല. മറ്റു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.